ചെയ്യട്ടെ, ഈ അമ്പലത്തിൽ പോകുമ്പോ എല്ലാവരും എടുക്കുന്ന കോസ്റ്റ്യൂം ഏതാ? സാരി. വേറെ രീതിയിൽ എടുക്കുന്നത് അത് പ്രശ്നമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ലീവ്ലെസ് ഇടുന്നതാണോ പ്രശ്നം? അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു രീതിയുണ്ട്, ആ രീതിയിൽ ഉടുത്താൽ മാത്രമേ ആ കോസ്റ്റ്യൂമിനൊരു ബ്യൂട്ടി ഉണ്ടാവുള്ളൂ. കുറച്ച് മുന്നേ കുറെ വിവാദങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ആ സമയത്ത് എങ്ങനെയായിരുന്നു? ആ വിവാദമൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇത് വിവാദം ആവുമെന്ന് വിചാരിച്ച് ചെയ്തതായിരുന്നില്ല, നോർമൽ ആയിരുന്നു. അല്ലെങ്കിൽ വിവാദമാക്കാനായിട്ടോ അല്ലെങ്കിൽ പ്ലാൻഡ് ചെയ്തതല്ല, ആക്സിഡന്റലി വിവാദം ആയതാണ്. പിന്നെ അതിനുശേഷമുള്ളതൊക്കെ ഞങ്ങൾ കോൺസെപ്റ്റ് ഇതേ ജെബിച്ചേട്ടനാണ് കണ്ടന്റും കോൺസെപ്റ്റും കോസ്റ്റ്യൂമും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അല്ല, ഞാൻ അതോടെ നിർത്തിയോ? ഇനി അങ്ങനത്തെ ഞാൻ ആക്ച്വലി നാട്ടിലുണ്ടായില്ലായിരുന്നു, അതാണ് ഫോട്ടോഷൂട്ട് ചെറിയ ബ്രേക്ക് എടുത്തത്. തമിഴ് മൂവിയിലായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ ലൂസി എന്ന് പറഞ്ഞ മൂവിയിൽ ഇങ്ങനെയായിട്ട് അപ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ തിരിച്ച് റിട്ടേൺ. ഇനി എന്തായാലും ഫോട്ടോഷൂട്ട് ഉണ്ടാവും. അല്ല, ഇതേപോലെയുള്ള ഫോട്ടോഷൂട്ട് സാധാരണ രഹന ഫാത്തിമ അങ്ങനത്തെ കുറച്ച് പേരൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആരായിരുന്നു? അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞു കോൺസെപ്റ്റ് പറയുന്നതും ചെയ്യുന്നതും ജെബിച്ചേട്ടനാണ്. കംഫർട്ടബിൾ എന്ന് തോന്നിയാൽ ചെയ്യും, ഒരിക്കലും വിവാദം ആവാൻ വേണ്ടി ചെയ്യുന്നില്ല. കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ വെറൈറ്റി ആണ്, ചെയ്ത ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നുകൊണ്ടിട്ട് ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പോയിന്റ്സ് ഉണ്ടായില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നം അതിൽ നിന്ന് ഉണ്ടാവുമല്ലേ എന്ന് മനസ്സിലായത്. ഇത് കാണുമ്പോൾ ആളുകളെ മെന്റാലിറ്റി ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നിയില്ലായിരുന്നു? ആളുകളെ മെന്റാലിറ്റി മറ്റുള്ളവരുടെ മെന്റാലിറ്റി നോക്കുന്നത് ഒരു മോഡൽ നമുക്ക് കംഫർട്ടബിൾ ആയ എന്താണോ നമ്മൾ ചെയ്യാം. ഇപ്പോൾ ഇന്ന കോസ്റ്റ്യൂം മാത്രം ധരിക്കുള്ളൂ എന്നല്ലല്ലോ മോഡലിങ്ങിലുള്ളത്. മോഡൽ എന്ന് പറയുമ്പോൾ കംഫർട്ടബിൾ ആയ എന്താണോ അത് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഫിലിമിലാണെങ്കിലും ക്യാരക്ടർ എന്ത് പറയുന്നു അത് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അതെ, ഫുൾ സപ്പോർട്ടാണ്. ഫിലിം ഫീൽഡിലാണെങ്കിലും മോഡലിങ്ങിലാണെങ്കിലും ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഈ ഡ്രസ്സിങ് പറഞ്ഞാൽ പല സ്ഥലത്തും പല രീതിയിൽ ഡ്രസ് കോഡ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സ് ധരിക്കണം. ഇപ്പോൾ ഒരു ഉദ്ഘാടന വേദിയിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വേറെ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഡ്രസ് കോഡ് കണ്ടിട്ട്? കാരണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ കംഫർട്ടബിൾ ആയ ഡ്രസ്സ് എന്താണോ അത് ധരിക്കുക. അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് എന്താണോ സെൽഫ് കംഫർട്ടബിൾ, അവരവർക്ക് എന്താണോ ഇഷ്ടം അത് ധരിക്കാം. പിന്നെ ഓരോ കാറ്റഗറീസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാണല്ലോ, പാർട്ടി വെയർ, ജിം വെയർ, സ്കൂൾ വെയർ, സെറ്റ് കൊണ്ടൊക്കെ ഓരോ കാറ്റഗറീസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാ. നമുക്ക് എന്താണോ കംഫർട്ടബിൾ അത് ധരിക്കാം. ഇപ്പോൾ ഈ ഇടയായിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്, അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, അങ്ങനത്തെ വസ്ത്രം നിരോധിക്കണം എന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്താ, ആസ് എ മോഡൽ നോക്കുമ്പോൾ എന്താ തോന്നുന്നു? ഒരു കാര്യം ചെയ്യട്ടെ, ഈ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാവരും എടുക്കുന്ന കോസ്റ്റ്യൂം ഏതാ? സാരി. സാരി എങ്ങനെ കൊടുക്കണ്ടേ? ഞങ്ങൾ ചെറിയ പിള്ളേര് ഞങ്ങൾ മോഡൽസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ഏജ് കാറ്റഗറി ഉള്ളവർ കഴുത്തിറക്കിയാലോ സ്ലീവ്ലെസ് ഇട്ടാലോ പ്രശ്നം. ഈ പറഞ്ഞ ചില അമ്മമാരും അല്ലെങ്കിൽ ആ ഏജ്ഡ് ആയവരും ഞങ്ങളെക്കാളും അതൊക്കെ ഒതുക്കില്ലാത്ത രീതിയിൽ ഈ സെയിം കോസ്റ്റ്യൂം വെയർ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ അത് പ്രശ്നമില്ലേ? ഞങ്ങളുടെ പ്രശ്നം ഈ സാരി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ വെയർ അല്ലേ, അമ്മമാരും എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ. അല്ല, നമ്മളിപ്പോ അത് അമ്പലത്തിലുള്ള ഡ്രസ് അല്ലേ, ഈ സെറ്റും കൊണ്ടായിക്കോട്ടെ സാരി ആയിക്കോട്ടെ, എല്ലാവരും കോമൺ ആയിട്ട് അമ്പലത്തിൽ ഉടുക്കുന്നത് എന്താ? സാരി. ആ സാരി ഞങ്ങൾ എങ്ങനെ ഉടുത്താലും ഇപ്പൊ മറ്റുള്ളവര് വേറെ രീതിയിൽ ഉടുക്കുന്നത് അത് പ്രശ്നമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ലീവ്ലെസ് ഇടുന്നതാണോ പ്രശ്നം? സാരി എന്ന് പറയുമ്പോൾ എടുക്കുന്ന രീതികൾ വ്യത്യാസം വരുന്നുണ്ട്. അല്ല, എനിക്ക് സാരി എടുക്കുന്ന രീതിയില്ല, സാരി കണ്ടിട്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. സാരി എടുക്കണ ഞാൻ എടുക്കാറില്ല. എടുക്കേണ്ടതായ ഒരു സ്റ്റൈലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു രീതിയുണ്ട്, ആ രീതിയിൽ ഉടുത്താൽ മാത്രമേ ആ കോസ്റ്റ്യൂമിനൊരു ബ്യൂട്ടി ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എങ്ങനെ ധരിക്കുന്നു അതനുസരിച്ചാണ് അതിന്റെ ബ്യൂട്ടി ഉള്ളത്. അല്ല, ഈ വാർത്ത കേൾക്കുമ്പോൾ എന്താ തോന്നാറ്? ഈ ഇങ്ങനത്തെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനെ മറ്റുള്ളവരുടെ കോൺസെപ്റ്റ് ഇത് ഭയങ്കര രൗദ്രഭാവമാണല്ലോ. ശരിക്കും ഇങ്ങനെ തന്നെയാണോ? അല്ല, അങ്ങനെയാണോ ശരിക്കും? യക്ഷിയാവോ ശരിക്കും? അല്ല, ഈ കമന്റുകൾ, നെഗറ്റീവ് കമന്റുകളൊക്കെ വരുമ്പോഴേ യക്ഷിയാവാറുണ്ടോ? കമന്റില് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഈ പറഞ്ഞ പോലെ പലർക്കും പല അഭിപ്രായങ്ങളാണ്. എനിക്ക് എന്റെ കംഫർട്ടബിൾ എന്ത് ഇതല്ലേ ഞാൻ നോക്കുന്നത്. എന്തിന് ഈ ടാറ്റൂന്റെ ഇതിൽ തന്നെ കുറേ കമന്റ്സ് അത് നോക്കാൻ നിന്നാ അതിനെ നേരം കാണുന്നു.
എന്ത് ടാറ്റ് വായനകത്ത് അല്ല ഇത് ഇപ്പൊ എത്രയായി കുറയാ ടാറ്റു അടിച്ചിട്ട് അധികമായിട്ടില്ല. അധികമായിട്ടില്ല. ഓക്കെ താങ്ക് യു. പോയിക്കോട്ടെ. ഇപ്പൊ പുതിയ ഫോട്ടോഷൂട്ടായിട്ട് പെട്ടെന്ന് വരണം, ഞങ്ങൾ പെട്ടെന്ന് കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ തീർച്ചയായിട്ടും. ഇനിയിപ്പോ നാട്ടിലുണ്ട് കുറച്ച്. ഓക്കെ.